ഇതുപോലത്തെ 100 കട്ടില വയനാട്ടിൽ കൊടുക്കാൻ പോകുന്നത്. അതേ ക്വാളിറ്റി ഉള്ളത് തന്നെ. ബിനുവേ ഈ തടിയിട്ട് പണിയണം, കണ്ടോ? വൃത്തിയായിട്ട് മനസാക്ഷിയോടെ പണിയണം. ഇതുപോലത്തെ 100 കട്ടില നമ്മൾ പണിയാൻ പോകുന്നത്. 1 അല്ല 10 അല്ല 50 100 കട്ടിലുകളാണ് ഈ വലിയ മനുഷ്യൻ പണിഞ്ഞു നൽകുന്നത്. ആണ് സത്യം പറഞ്ഞ തൊഴുതു പോവുകയാണ്. അങ്ങനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചോട്ടെ. സത്യം പറഞ്ഞ ഇവരെ പോലുള്ള മനുഷ്യരൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഒന്നും മോശമാകരുത്. കിലോമീറ്റർ അകലെയാവും കൊണ്ടുപോകുന്നത്. ഇതിനെല്ലാത്തിനും നിങ്ങളെ എന്നെ സൃഷ്ടിച്ച തമ്പുരാൻ, ആ തമ്പുരാൻ്റെ കഴിവാണ് ഇതിൽ നടക്കാൻ, അല്ലെ എൻ്റെ മാത്രമല്ല. അപ്പം നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 4 ഏരി ഉപ്പുമുളകും മതി. ബാക്കി പൈസ മെച്ചമാണ്. ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. ആ പെൻഷൻ്റെ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുക. നമസ്കാരം. സത്യം പറഞ്ഞ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഈ ഒരു മനുഷ്യൻ്റെയൊക്കെ മുന്നിൽ തോറ്റുപോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അസീസ് അണ്ണൻ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കായിട്ട് 1 അല്ല 10 അല്ല 50 അല്ല 100 കട്ടിലുകളാണ് ഈ വലിയ മനുഷ്യൻ പണിഞ്ഞു നൽകുന്നത്. ഏകദേശം ഒരു കട്ടിലിന് 10,000-ലധികം രൂപ വില വരും. നല്ല തേക്ക് തടിയൊക്കെ ഇട്ടിട്ട് മനോഹരമായ 100 കട്ടിലാണ് ആ പാവപ്പെട്ട ജനതയ്ക്കായി ഈ മനുഷ്യസ്നേഹി പണിഞ്ഞു നൽകുന്നത്. ആണ് സത്യം പറഞ്ഞ തൊഴുതു പോവുകയാണ്. അങ്ങനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചോട്ടെ. സത്യം പറഞ്ഞ ഇവരെ പോലുള്ള മനുഷ്യരൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം 100 കട്ടിൽ പണിയണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. പൈസയൊന്നുമല്ല, മനുഷ്യത്വമാണ് വലുതെന്ന് കാട്ടിത്തരുവാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസീസ് അണ്ണൻ. അസീസ് അണ്ണൻ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്നു. പെൻഷനായിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും? 14 വർഷമായിട്ട് പെൻഷനായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ല. ഒരു നമ്മുടെ നാടിന് എന്ത് ദുരിതമുണ്ടോ ആ സമയത്തെല്ലാം അസീസ് അണ്ണൻ മുന്നിലുണ്ടല്ലേ. ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യസ്നേഹിയാണ് ഈ മനുഷ്യൻ. നമുക്ക് ഈ കട്ടിൽ പണിയാനൊക്കെയുള്ള തീരുമാനത്തെക്കുറിച്ചൊക്കെ അസീസറിനോട് ചോദിക്കാം. 2 മാസം കൊണ്ട് മുഴുവൻ കട്ടിലും പണിഞ്ഞ് വയനാട്ടിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കാനാണ് അസീസറിൻ്റെ തീരുമാനം. ആണ് എന്ത് തോന്നുന്നു ഇങ്ങനൊരു ചെയ്തു കൊടുക്കാൻ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ്? സർവശക്തനായ ദൈവം ചെയ്തു കൊടുക്കാൻ വേണ്ടി സമ്പത്തും മനസ്സും ആരോഗ്യവും തന്നതിന് സർവശക്തനെ സ്തുതിക്കുന്നു. ഇതിന് എല്ലാത്തിൻ്റെ ആശയം എൻ്റെ പിതാവായിരുന്നു. എന്നെ പഠിക്കാൻ വിട്ടു. പഠിച്ചു, ജോലി കിട്ടി, നല്ല ഇഷ്ടം പോലെ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പോകുമ്പോൾ ജനങ്ങളെല്ലാം നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇതിപ്പം അമ്മ കിടക്കട്ടെ, നമ്മൾ RCC കട്ടിൽ കൊടുത്തു. അത് ഞാൻ കട്ടിൽ കിടക്കുമ്പോൾ വിചാരിക്കും ഞാൻ കൊടുത്ത കട്ടിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ മനുഷ്യനാണ്. വൺ മാൻ ഈസ് കംപ്ലീറ്റ് സ്ലീപ്പിംഗ് അപ്പ് ഓൺ ദി മൈ കോട്ട്. അതുപോലെ ഇവിടെ ഒരു ലോഡ് പച്ചക്കറിയും കൊണ്ടുപോയി കുറേ പേർക്ക് കൊടുത്തു. അതൊക്കെ വരുന്നു പോകുന്നു. ദൈവം തമ്മിൽ ചെയ്യാനുള്ളത് വരുന്നു. മനുഷ്യത്വമാണ്, പണമല്ല, മനുഷ്യത്വമാണ്. അപ്പോൾ ഇത് തോന്നുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞില്ലേ, അതെ. അതിപ്പം ഇനിയിപ്പം ലിമിറ്റില്ല. ഇനിയിപ്പോഴേ ലിമിറ്റില്ല. ഇതിപ്പോൾ കഴിവ് ഒരു 1.5 മാസം കൊണ്ട് കടിച്ചു തീർക്കണം. 1.5 മാസം മാക്സിമം. പിന്നെ അത് ലൈഫ് ലോങ് കിടക്കണം. അത് ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും, പ്ലൈവുഡ് ആണെങ്കിൽ പൊടി, പല്ല ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും. ഇത് തടിയാണ്, പുള്ളുതടി, മാഞ്ചിയും അക്കേഷ്യയും കൊടുക്കും. അപ്പോൾ അതുപോലെ കിടക്കും. അവർ വരും തലമുറയ്ക്കും വേറെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന കട്ടിലല്ല. നമുക്ക് ഫ്ലൈവുഡ് ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് പന്നലായി. ഇത് ഫുള്ള് തടി കൊണ്ട്